നമസ്കാരം. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളും പരക്കുകയാണ്. ഇക്കുറിയും എല്ലാ മുന്നണികളും പ്രമുഖരായ വ്യക്തികളെ കളത്തിലിറക്കാൻ പദ്ധതിയിടുന്നു എന്നാണ് പറയപ്പെടുന്നത്. സിനിമാ താരങ്ങൾ, കായിക താരങ്ങൾ, സാഹിത്യ സാംസ്കാരിക മേഖലയിലുള്ളവർ തുടങ്ങി സമൂഹത്തിലെ സ്ഥിരം രാഷ്ട്രീയക്കാരല്ലാത്ത, രാഷ്ട്രീയം തൊഴിലാക്കിയവരല്ലാത്ത വിവിധ മേഖലയിലുള്ള പ്രമുഖരെ നേരത്തെയും പല രാഷ്ട്രീയ പാർട്ടികളും മത്സരിപ്പിച്ചിട്ടുണ്ട്. പലരൊക്കെ ജയിച്ച് MLA MP ഒക്കെ ആയിട്ടുള്ള ഒരു പാരമ്പര്യം കൂടി കേരളത്തിനുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങളും ഇപ്പോൾ വലിയ തോതിൽ വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക എന്നുള്ള പേരിൽ ഒരു ലിസ്റ്റ് പുറത്തിറങ്ങിയിരുന്നു. എന്നാൽ പിന്നീട് KPCC അക്കാര്യം നിഷേധിക്കരുത്, പ്രാഥമിക പട്ടികയാണ് എന്നായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ പലരും ഒരു PDF ഫയൽ പ്രചരിപ്പിച്ചിരുന്നത്. പക്ഷേ ഇതിൽ രസകരമായ കാര്യം, ഇതിലുണ്ടായിരുന്ന ഒരു പേര് പ്രമുഖ ഫുട്ബോൾ താരമായ IM വിജയൻ്റേതായിരുന്നു. IM വിജയൻ മലയാളികളുടെ എക്കാലത്തെ അഭിമാനമായ ഫുട്ബോൾ താരം IM വിജയൻ മത്സരിക്കും എന്നാണ് പല സമൂഹ മാധ്യമ പോസ്റ്റുകളും കാണുന്നത്. പക്ഷേ ഏത് മുന്നണിയിൽ മത്സരിക്കുമെന്ന ചോദ്യത്തിനാണ് ഇവിടെ പ്രസക്തിയുള്ളത്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ചാണ് എല്ലാ മുന്നണികളും IM വിജയൻ്റെ പിറകെയാണ് എന്നാണ് പറയപ്പെടുന്നത്. IM വിജയൻ ജീവിതത്തിൽ ഒരിക്കലും ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോട് ചായ്വ് കാണിച്ചിട്ടുള്ള ഒരാളല്ല. അദ്ദേഹം എക്കാലത്തും ഒരു നല്ല കായിക താരമായി നമ്മുടെ കേരളത്തിൻ്റെ അന്തസ്സ് ഉയർത്തുന്ന, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ അഭിമാനം ഉയർത്തുന്ന രീതിയിലൊക്കെ തന്നെ ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയം നേടിയ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ 3 മുന്നണികളും IM വിജയനെ സ്ഥാനാർത്ഥിയാക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. IM വിജയന് ചെറുപ്പത്തിൽ അന്നത്തെ കാലത്ത് പോലീസിൽ ജോലി നൽകിയതും അതുപോലെ ഉയർന്ന പദവികളിലേക്കൊക്കെ ഉയരാൻ സഹായിച്ചതുമൊക്കെ അന്ന് കോൺഗ്രസ് സർക്കാരായിരുന്നു എന്നാണ് പല കോൺഗ്രസ്സുകാരും ഇപ്പോൾ പറയുന്നത്. K കരുണാകരനെ പോലെയുള്ള വളരെ പ്രഗത്ഭനായ ഒരാൾ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് IM വിജയനെ പോലുള്ള കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പോലീസിലൊക്കെ തന്നെ വലിയ പദവികൾ നൽകി നിയമിച്ചത് എന്നുള്ള കാര്യമാണ് പല കോൺഗ്രസ്സുകാരും ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം IM വിജയനാകട്ടെ രാഷ്ട്രീയം നോക്കാതെ ആര് എന്ത് കായിക പരിപാടി നടത്തിയാലും വലിപ്പച്ചെറുപ്പമില്ലാതെ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ്. IM വിജയനാകട്ടെ എപ്പോഴും വളരെ വിനയത്തോട് പെരുമാറുന്ന, ആര് വിളിച്ചാലും എന്ത് ചടങ്ങിനും പോകുന്ന, ഒട്ടും തിളക്കനമില്ലാത്ത, താൻ വന്ന വഴികളെക്കുറിച്ച് ഒരിക്കലും മറക്കാത്ത ഒരു കായിക താരമാണ്. ഇത് തന്നെയാണ് ഈ 3 മുന്നണികളെയും വിജയൻ്റെ പിന്നാലെ കൂടാൻ പ്രേരിപ്പിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇതിൽ ഏതെങ്കിലും ഒരു മുന്നണി IM വിജയനെ സമീപിച്ചതായി ഇനിയും വാർത്തകൾ പുറത്തു വന്നിട്ടില്ല എങ്കിലും ഒരുപക്ഷേ ഇതൊരു അപൂർവതയായിരിക്കാനുള്ള സാധ്യതയുണ്ട്. കേരളത്തിലെ സാംസ്കാരിക മേഖലയിലും അല്ലെങ്കിൽ സിനിമയിലും ഒക്കെയുള്ള പലരും ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോട് പരസ്യമായി അവർ ആഭിമുഖ്യം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും അതിൻ്റെയൊക്കെ ആളുകൾ തന്നെയാണ് അവർ, അല്ലെങ്കിൽ അനുഭാവികളാണ്, സഹയാത്രികരാണ് എന്നുള്ള ഒരു കാര്യം ഇവർ പലരെക്കുറിച്ചും നമുക്ക് പറയാൻ കഴിയും. പ്രത്യേകിച്ച് കൂടുതൽ ഇത്തരത്തിലുള്ള ആളുകളുള്ളത് ഇടതു മുന്നണിയിൽ തന്നെയാണ്. CPM സഹയാത്രികരായ ഒരുപാട് സാംസ്കാരിക നായകരും കായിക താരങ്ങളും ഒക്കെ തന്നെ നിലവിലുണ്ട്. പക്ഷേ IM വിജയനാകട്ടെ അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ഗ്രൂപ്പുകളിലും അംഗത്വമില്ലാത്ത ഒരാളാണ്. അദ്ദേഹം വളരെ സ്വതന്ത്രമായി കായിക താരം എന്നുള്ള നിലയിൽ മാത്രം മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അപ്പോൾ പ്രധാനമായും IM വിജയൻ്റെ ജനകീയത അല്ലെങ്കിൽ സ്വീകാര്യത കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ഈ മുന്നണികളെല്ലാം തന്നെ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ അഭിമാനമായ PT ഉഷ രാജ്യസഭാംഗമാണ്. BJP ആണ് അവരെ രാജ്യസഭാംഗമാക്കിയത്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ തലപ്പത്തിരിക്കുന്നത് PT ഉഷയാണ്. അങ്ങനെ ഒരു കായിക താരത്തിന് വേണ്ടുന്ന അംഗീകാരമെല്ലാം തന്നെ നൽകിയത് BJP ആണ്. അതേസമയം BJP നേതാക്കന്മാർ IM വിജയനെ സമീപിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല. IM വിജയനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ ജില്ലയിലെ പല സീറ്റുകളിലും IM വിജയൻ മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജയസാധ്യത കൂടുതലാണ് എന്നുള്ളൊരു ഘടകം ഈ രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ വിജയനിലേക്ക് ആകർഷിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. വിജയൻ ഏത് പോസ്റ്റിലേക്ക് ഗോളടിക്കും, ആർക്ക് വേണ്ടി ഗോളടിക്കും എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. അദ്ദേഹം ഇക്കാര്യത്തിലാകട്ടെ ഇനിയും പരസ്യമായ ഒരു നിലപാടും വ്യക്തമാക്കിയിട്ടില്ല. IM വിജയൻ്റെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാകുമോ, സ്ഥാനാർത്ഥിയാകുമോ, മത്സരിക്കുമോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും തന്നെ നമുക്ക് കൃത്യമായ ഒരു ധാരണയില്ല എങ്കിലും ഇപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അവിടെ മത്സരിക്കാൻ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള ഒരു അപൂർവ ബഹുമതി തന്നെയാണ് നമ്മൾ ഫുട്ബോളിലെ കറുത്തമുത്തം, ഇന്ത്യയുടെ കറുത്തമുത്തം എന്നൊക്കെ അറിയപ്പെടുന്ന IM വിജയനായി ലഭിച്ചിട്ടുള്ളത്. IM വിജയനാകട്ടെ ഇക്കാര്യത്തിൽ ഏതായാലും പ്രതികരിക്കുമോ എന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. IM വിജയനാകട്ടെ സർവീസിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞു. IM വിജയന് റിട്ടയർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹത്തിൻ്റെ സൂപ്പർ ആനിവേഴ്സറിൽ ഒരു വലിയ പ്രൊമോഷൻ കൂടി നൽകിയാണ് ഇടതുമുന്നണി സർക്കാർ അദ്ദേഹത്തെ യാത്രയാക്കിയത്. ഒരുപക്ഷെ ഇനി അത് പറഞ്ഞുകൊണ്ടായിരിക്കും ഇടതു നേതാക്കൾ അദ്ദേഹത്തെ സമീപിക്കാൻ സാധ്യതയുള്ളത് എന്നും ഒരു ചർച്ച ഉയരുന്നുണ്ട്. എന്താണെങ്കിലും IM വിജയൻ ഇക്കാര്യത്തിൽ ഇനി ഒരു പ്രതികരണം നടത്തട്ടെ എന്നാണ് രാഷ്ട്രീയ കേരളം നോക്കുന്നത്. അതുവരെ ഈ അഭ്യൂഹങ്ങൾ തുടരുക തന്നെ ചെയ്യും.